എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു ഉണ്ണിത്തണ്ട് ഉപ്പേരിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഉണ്ണിത്തണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള, പച്ചമുളക്, കരിവേപ്പില അതും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തേങ്ങ, ജീരകം, ചുവന്നുള്ളി ഇതും കൂടി മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചം ഒത്തിരി കുറവുണ്ട്, അത് അരച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. അതിന് ശേഷം കുറച്ച് പരിപ്പ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് പരിപ്പ് ഇതിലിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും അടുപ്പത്ത് വെച്ചിട്ട് വിസിൽ വരാനാകുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ പുറത്തെ കാഴ്ചയാണ്. പുറത്തെ കാഴ്ച. പിന്നെ ഞാൻ ഉള്ളി നല്ല പോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ കടുകും പൊട്ടിച്ചിട്ടുണ്ട്. അത് വാടിയതിന് ശേഷം നമ്മുടെ ഉണ്ണിത്തണ്ട് കഴുകി വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. ഉണ്ണിത്തണ്ട് കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഇളക്കണം. നന്നായി ഇളക്കി അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. നിങ്ങളിടുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇത് എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ഇളക്കി ഇതാക്കി എടുക്കണം. അങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മൂടി കുറച്ച് നേരം വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് വേകുമല്ലോ ഉണ്ണിത്തണ്ട്. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ആവി തന്നെ ഇത് വെന്തോളും. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് തന്നെ വെള്ളമാണ്, ഉണ്ണിത്തണ്ട് തന്നെ വെള്ളമാണ്. അത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ആ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സാമ്പാറിന് വേവിക്കണ പോലൊന്നും വേവേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കുറച്ച് വെന്ത് പോയി 2 വിസിൽ വിട്ടപ്പോഴത്തേക്ക്. ഇത്രയും കൂടി വേവേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ആ ചതച്ച് വെച്ചത് ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം അതിട്ട് കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച തേങ്ങ ഇത് അതിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. പരിപ്പിട്ട് ഇളക്കിയ പോലെ ഇതിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കൂട്ടി മൂടി വെച്ചാൽ മതി. കൂട്ടിയിട്ട് മൂടി വെച്ചുമ്പോഴത്തേക്ക് ഈ പച്ച അരപ്പിൻ്റെ ഒരു ചെറിയ ചുവ കാണുമല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനൊന്ന് കൂട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് മതി അങ്ങനെ പച്ചരപ്പിൻ്റെ ചുവ പോകാൻ. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പച്ചരപ്പിൻ്റെ ചുവയൊക്കെ പോയിട്ട് നല്ല ഇത് വരും. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നല്ല വൃത്തിയായി ഇളക്കി കൊടുത്തു. ഇത് റെഡിയായി. ഇനി